ഈ മണ്ഡലത്തിൽ 1 കിലോമീറ്റർ പോലും BMTC റോഡുണ്ടായിരുന്നില്ല. ഈ മണ്ഡലം മുഴുവൻ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒട്ടനവധി റോഡുകളും വലിയ രീതിയിൽ നമ്മൾ വികസിപ്പിച്ചെടുത്തു. മാനവേദൻ ഹൈസ്കൂളിൽ 27 കോടി രൂപ മുടക്കി ഈ നാട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് കളിക്കാനും കുളിക്കാനും സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി. പൊളിഞ്ഞു വീഴാറായിരുന്ന എത്രയോ സ്കൂളുകൾക്ക് നമ്മൾ ഒരുപാട് കെട്ടിടങ്ങൾ നിർമ്മിച്ചു. ഈ നാട്ടിലെ MLA ഫണ്ട് മുഴുവനും ഈ നാട്ടിലെ സാധുക്കൾക്ക് നേരിട്ട് ഉപകാരപ്പെടുന്ന ആശുപത്രികളിലും സ്കൂളുകളിലും ജീവിതത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ആശ്രയം നൽകാനുള്ള ഓട്ടിസം സെന്ററുകളും നമ്മൾ ഇവിടെ നിർമ്മിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നാട്ടുകാർക്കില്ലാത്ത CHCയിൽ ആദ്യമായി സർക്കാരിന് ഒരു പൈസ മുടക്കാതെ ഡയാലിസിസ് സെന്റർ തുടങ്ങിയത് നമ്മളാണ്. ജനങ്ങളുടെ സഹായത്തോടുകൂടി ഈ നാട്ടിലെ വ്യാപാരി വ്യവസായികളുടെ പ്രവാസികളുടെ സുമനസുകളുടെ സഹായത്തോടുകൂടി 9 മെഷീനുകളുമായി നമ്മൾ ആരംഭിച്ച CHC പിന്നീട് MLA ഫണ്ടിൽ നൽകിയ 8 മെഷീൻ ഉൾപ്പെടെ ഇന്നാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുക. ഇതിന്റെ ആശുപത്രിയിലേക്ക് ആശുപത്രികളുണ്ടായിരുന്നു. കേരളത്തിൽ ആശുപത്രി വേനൽക്കാലത്ത് ഇവിടെ വരുന്ന രോഗികൾക്ക് പുഴയിൽ പോയി കുടുംബമായി വന്ന് വെള്ളം കൊണ്ടുവരുന്ന ഗതികേടായിരുന്നു നിലമ്പൂരിനുണ്ടായിരുന്നത്. രാത്രിയിൽ കരണ്ട് പോയാൽ അവിടെ വൈദ്യുതിയില്ലാത്ത അവസ്ഥ. ആ അവസ്ഥക്ക് മാറ്റം വരുത്തിയത് ഈ BV Enver എന്ന് പറയുന്ന നിങ്ങളെല്ലാവരുടെയും സഹോദരനെ ഞാൻ ഈ പറയുന്ന CS സെന്ററിൽ ആദ്യമായിട്ട് എന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ ഒരു മെഷീൻ നൽകിക്കൊണ്ടാണ് ഞാൻ മാതൃക കാണിച്ചത്. അതിനുശേഷമുള്ള അനവധി കാര്യങ്ങൾ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നാട്ടിലുണ്ടായ പ്രളയം നിങ്ങൾക്കറിയാം. കേരളം എന്ത് ചെയ്യണമെന്നറിയാതെ നിലമ്പൂരിലെ 10,000-ഓളം വീടുകളിൽ വെള്ളം കയറി. ആയിരക്കണക്കിന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 10-70 മനുഷ്യജീവനുകൾ ഒരു നിമിഷത്തിനുള്ളിൽ മണ്ണിന്റെ അടിയിലേക്കായി. ഈ നാട് അടച്ചുന്ന നേരത്ത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ മുഴുവൻ നമ്മൾ തീർത്തു. എല്ലാവർക്കും നമ്മൾ വീട് കൊടുത്തു. എല്ലാവരെയും നമ്മൾ സെറ്റ് ചെയ്തു. സർക്കാർ നൽകിയിരുന്ന 6-10 ലക്ഷം രൂപ അവർക്ക് പോക്കറ്റ് മണിയായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൊടുക്കാൻ സാധിച്ചു. അപ്പോഴാണ് നമ്മുടെ തൊട്ടുയരത്തിലുള്ള വയനാട്ടിൽ കഴിഞ്ഞ വർഷകാലത്തുണ്ടായ ദുരന്തത്തിൽ 400-ഓളം കുടുംബങ്ങൾ ഇന്നും അവിടെ അലയുകയാണ്. ജനങ്ങൾ നൽകിയ 786 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ വയനാട്ടിലെ ജനങ്ങളെ മാത്രം സഹായിക്കാൻ നൽകിയ പണം ഈശയിലിട്ടുകൊണ്ട് പിണറായിയും മരുമകനും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൂമി കച്ചവടം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വാടകയ്ക്കില്ലാതെ വാടക കൊടുക്കാൻ പോലും കഴിയാതെ എന്നും സമരഭൂമിയിലാണ് അവർ. എന്തിനാണ് ഈ മനുഷ്യരെ കഷ്ടപ്പെടുത്തുന്നത്? നിലമ്പൂരിന്റെ ഈ പ്രവർത്തനം മാതൃകയാക്കിയിരുന്നെങ്കിൽ 6 മാസം കൊണ്ട് അവിടെയും തീർക്കാമായിരുന്നല്ലോ. ആയിരക്കണക്കിന് ആളുകളുടെ സഹായം ഈ പറയുന്ന വയനാട്ടിലേക്ക് ഒഴുകി. എത്ര വീടുകൾ വെച്ചു കൊടുക്കാൻ സംഘടനകൾ വന്നു, ഒന്നും സമ്മതിച്ചില്ല ഈ ഗവൺമെന്റ്. എല്ലാം ഞങ്ങൾ നടത്തും, ഞങ്ങളാണ് നടത്തുന്നത്. ഭക്ഷണം കൊടുക്കാൻ പോയ പൊതുപ്രവർത്തകരെയും സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകരെയും ഞാൻ എപ്പോഴും പറയുന്ന ഈ രാജ്യദ്രോഹിയായ ക്രിമിനലായ ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ വൈറ്റ് ഗാർഡിനടക്കം അടിച്ചോടിച്ച ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല. ഈ നാടിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചവനാണ് ഞാൻ. ആ പരിഹരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് സന്തോഷത്തോട് കൂടി പോകുമ്പോഴാണ് കേരളത്തിന്റെ പോലീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന RSS വൽക്കരണം എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആവർത്തിച്ച് മുഖ്യമന്ത്രിയോടും ഗവൺമെന്റിനോടും പാർട്ടിയോടും ആവശ്യപ്പെട്ടിട്ടും അതിനൊരു പരിഹാരമുണ്ടാക്കാൻ ഒരു ശ്രമവും നടക്കാതിരുന്നപ്പോ നിങ്ങളിലേക്ക് ഇറങ്ങിയവനാണ് ഞാൻ. നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തവനാണ് ഞാൻ. ഈ മലയോര മേഖലയാകെ 80% ആളുകൾ ജീവിക്കാൻ കഴിയാതെ ഈ പറയുന്ന ആനയുടെയും കടുവയുടെയും കടിയേറ്റ് അതിന് പ്രതിവിധി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ ഈ വിഷയത്തിലേക്ക് ഏറ്റുപിടിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ സമരം നടത്തിയതിന്റെ പേരിൽ ഇവിടെ ജയിലിലടക്കപ്പെട്ടു ഞാൻ.
ഞാൻ എന്തെല്ലാം സഹിച്ചു. എന്റെ കച്ചവടങ്ങള്, എന്റെ ബിസിനസ്സുകള് ഇവിടെ